നമസ്കാരം. ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ശക്തിയായി വേരുറപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ബി.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തങ്ങളുടെ തന്ത്രങ്ങൾ പൂർണ്ണമായും പൊളിച്ചെഴുതുകയാണ്. ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കാൻ പതിറ്റാണ്ടുകളായി ശ്രമിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെറുമൊരു മത്സരം മാത്രമല്ല, മറിച്ച് അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ദക്ഷിണ വിജയം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായകമായ ചുവടുവയ്പ്പാണ്. കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ബി.ജെ.പി. നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം മുന്നേറുകയാണ്. പ്രമുഖ നേതാക്കൾക്ക് നിയമസഭാ സീറ്റുകൾ ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല നൽകിയുള്ള ബി.ജെ.പിയുടെ ഈ ഇരട്ടതന്ത്രം കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും? ശക്തരായ ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി തൃശൂർ, നേമം, വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ അവർ ഒരുക്കുന്ന ചുവടുറപ്പിക്കൽ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത അധ്യായം കുറിക്കുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വെറും സീറ്റുകൾ നേടുക എന്നതിലുപരി കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ നിയമസഭയിലേക്കുള്ള ടിക്കറ്റായി കാണുന്ന ഈ പുതിയ രാഷ്ട്രീയ നീക്കം സംസ്ഥാനത്ത് എങ്ങനെ പ്രതിഫലിക്കും? ബി.ജെ.പിയുടെ ഈ സമഗ്രമായ രാഷ്ട്രീയ പുനഃസംഘടനയുടെ ലക്ഷ്യങ്ങളും സാധ്യതകളും എന്തെല്ലാമാണ്? തദ്ദേശ സ്ഥാപനങ്ങളിലെ ചുമതലകൾ പോലും നിയമസഭാ സീറ്റുകൾ ലക്ഷ്യമിട്ട് വീതിച്ചു നൽകിയുള്ള ഈ ഡബിൾ ഗെയിം പ്ലാൻ എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കളമൊരുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ട് ബി.ജെ.പി. ഒരു ഡബിൾ ഗെയിമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തന ചുമതലകൾ, നിയമസഭാ സീറ്റ് സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് പ്രമുഖ നേതാക്കൾക്ക് വീതിച്ചു നൽകിയത് ഈ തന്ത്രത്തിന്റെ ആദ്യ പടിയാണ്. രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരം കോർപ്പറേഷൻ, ബി. മുരളീധരൻ വർക്കല കഴക്കൂട്ടം, സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷൻ, ജോർജ് കുര്യൻ കൊച്ചി കോർപ്പറേഷൻ, സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ കോഴിക്കോട് കോർപ്പറേഷൻ, ശോഭാ സുരേന്ദ്രൻ കൊല്ലം കോർപ്പറേഷൻ തുടങ്ങിയ പ്രമുഖരെല്ലാം തങ്ങളുടെ മത്സര സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ നഗരസഭകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം നിയമസഭയിലേക്കുള്ള പ്രചാരണമായി മാറ്റാനുള്ള വ്യക്തമായ ഗ്രാസ് റൂട്ട് തലത്തിലുള്ള ശ്രമമാണ് ഇതിലൂടെ പാർട്ടി നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് കേരളത്തിലെ ഈ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ, നവകേരളത്തിനായി മോദി ഗ്യാരണ്ടി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തി സംസ്ഥാനത്ത് വേരുറപ്പിക്കാനാണ് കേന്ദ്ര നേതൃത്വം നൽകുന്ന നിർദ്ദേശം. ശക്തരായ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിക്കുകയും അവർക്ക് പ്രവർത്തന മേഖലകളിൽ പ്രാദേശികമായി സ്വാധീനം ഉറപ്പിക്കാൻ സമയം നൽകുകയും ചെയ്യുക എന്നതാണ് നിലവിലെ പദ്ധതി. ഇതോടെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തൃശൂർ, കാസർഗോഡ് തുടങ്ങിയ എ ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ തകർത്തെറിഞ്ഞ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് പിന്നിൽ. പുതിയതായി പാർട്ടിയിലേക്ക് എത്തിയ പ്രമുഖർക്ക് പ്രധാന സീറ്റുകൾ നൽകുന്നതിലൂടെ ഹൈ പ്രൊഫൈൽ ഇമേജ് സൃഷ്ടിക്കാനും ബി.ജെ.പി. ലക്ഷ്യമിടുന്നുണ്ട്. മുൻ ഡി.ജി.പിമാരായ ആർ. ശ്രീലേഖ, ജേക്കബ് തോമസ്, നടൻ ജി. കൃഷ്ണകുമാർ, കോൺഗ്രസിൽ നിന്ന് വന്ന പത്മജ വേണുഗോപാൽ, കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ഷോൺ ജോർജ്, പി.സി. ജോർജ് തുടങ്ങിയവർക്ക് തന്ത്രപ്രധാനമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയും നൽകിയിട്ടുണ്ട്. ഈ നേതാക്കളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തികളാകുമെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. കൂടാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ എ.പി. അബ്ദുള്ളക്കുട്ടി, ജോർജ് കുര്യൻ, പി.സി. ജോർജ് തുടങ്ങിയ നേതാക്കളെ ഉപയോഗിച്ച് വലിയ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള കൃത്യമായ മിഷൻ അമിത്ഷായുടെ മേൽനോട്ടത്തിൽ കേരളത്തിൽ സജീവമാണ്. മുൻ ഡി.ജി.പിമാർക്ക് ചുമതല നൽകിയതിലൂടെ ക്ലീൻ ഇമേജ്, പ്രൊഫഷണലിസം എന്നിവ ഉയർത്തിക്കാട്ടാനും ബി.ജെ.പി. ശ്രമിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മൈക്രോ മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനം വോട്ടാക്കി മാറ്റാനും സംസ്ഥാന ഘടകത്തിന്മേൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത കേരള സന്ദർശനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമിടാനാണ് പാർട്ടി ആലോചിക്കുന്നത്. നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്നതിനപ്പുറം ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറാനുള്ള ലക്ഷ്യമാണ് ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായേക്കാം. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ കേരളത്തിൽ ഒരു പിടിവള്ളിക്കായി കാത്തിരിക്കുകയല്ല ബി.ജെ.പി.
നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവർ സമീപിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേരിട്ടുള്ള മിഷൻ കേരള എന്ന ദൗത്യവുമായാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന BJPയുടെ നീക്കങ്ങൾ പരമ്പരാഗത രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് ചുമതലകൾ പോലും കൃത്യമായ നിയമസഭാ ലക്ഷ്യങ്ങൾ വെച്ച് നേതാക്കൾക്ക് വീതിച്ച് നൽകിയതിലൂടെ സംസ്ഥാന ഘടകം നടപ്പാക്കുന്നത് കേന്ദ്രത്തിന്റെ വ്യക്തമായ ഓപ്പറേഷൻ വിക്ടറി തന്ത്രമാണ്. വികസനവും ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളും മൈക്രോ മാനേജ്മെന്റുമാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന നെടുംതൂണുകൾ. കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ശക്തിയായി സ്ഥിരമായി വേരുറപ്പിക്കാൻ BJP നടത്തുന്നത് തന്ത്രപരമായ ഒരു മുന്നേറ്റം തന്നെയാണ്. തദ്ദേശ തലത്തിൽ തുടങ്ങുന്ന ഈ ശ്രദ്ധ കേന്ദ്രീകരണം നിയമസഭയിൽ വെറും അക്കൗണ്ട് തുറക്കുക എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ഒരു മൂന്നാം ശക്തിയായി നിലമുറപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. ഹൈ പ്രൊഫൈൽ നേതാക്കളുടെ രംഗപ്രവേശനവും ന്യൂനപക്ഷ സമുദായങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും വിജയം കണ്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ഫലം UDFനും LDFനും ഒരുപോലെ വെല്ലുവിളിയാകും. അതിനാൽ BJPയുടെ ഈ ദീർഘവീക്ഷണമുള്ള സ്ട്രാറ്റജി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.